തിയേറ്ററിൽ ഒരു അന്യഭാഷ നടൻ ആടിത്തിമിർക്കുകയാണ്. ഡാൻസും ഡയലോഗുമൊക്കെ ആരാധകർ കൈയടികളോടെ ഏറ്റെടുക്കുകയാണ്. ഇവനൊക്കെ ആരാ അഭിനയിക്കാൻ അവസരം കൊടുക്കുന്നത് എന്ന് ചോദിച്ചവരുടെ മുന്നിലേക്ക് ഇത് നമ്മ ദളപതി എന്ന പറയിപ്പിച്ചവൻ, മലയാളികളുടെയും തമിഴകത്തിൻ്റെയും സ്വന്തം ദളപതി വിജയ്. എസ് എ ചന്ദ്രശേഖരൻ്റെയും ശോഭ ചന്ദ്രശേഖരൻ്റെയും മകനായി 1974 ജൂൺ 22 വിജയ് ജനിച്ചത്. ഇന്ന് വിജയ് 50ന്റെ നിറവിൽ. ചെറുപ്പത്തിൽ വളരെ ബഹളക്കാരനായിരുന്ന വിജയ് പിന്നീട് മൗനിയായി മാറിയതിന് പിന്നിൽ സങ്കടകരമായ ഒരു കഥയുണ്ട്. വിജയുടെ 9ാം വയസ്സിൽ അനുജത്തി വിദ്യ മരണപ്പെടുകയാണ്. വിദ്യ വിജയുടെ ജീവനായിരുന്നുവെന്ന് അമ്മ ശോഭയും പിതാവ് ചന്ദ്രശേഖരും പറഞ്ഞിട്ടുണ്ട്. കൂടപ്പിറപ്പിന്റെ മരണം കുഞ്ഞു വിജയെ വല്ലാതെ ഉലയ്ക്കുകയാണ്. പിന്നീട് അവൻ ആരോടും മിണ്ടാതെയായി. ആ മിണ്ടാപ്പൂച്ചയാണ് മാസ് ഡയലോഗുകൾ പറഞ്ഞ് പ്രേക്ഷകരെ പുളകം കൊള്ളിക്കുന്നത്. കുട്ടിക്കാലം തൊട്ട് തന്നെ പഠനത്തിൽ അത്ര താല്പര്യമില്ലാതിരുന്ന വിജയുടെ ലക്ഷ്യം സിനിമ തന്നെയായിരുന്നു. സിനിമയിലെ അതികായകനായ ചന്ദ്രശേഖരന്റെ മകന് സിനിമാ പ്രവേശനം ബുദ്ധിമുട്ടുള്ള ഒന്നായിരുന്നില്ല. 1984 പുറത്തിറങ്ങിയ വെട്രി എന്ന സിനിമയിലൂടെ 10ാം വയസ്സിലാണ് വിജയ് കോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. പിന്നീട് കുടുംബം, വസന്തരാഗം തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിക്കുകയും ചെയ്തു. 18ാം വയസ്സിൽ പിതാവ് ഒരുക്കിയ നാളെ തീർപ്പ് എന്ന സിനിമയിലാണ് ആദ്യമായി നായകനായി എത്തുന്നത്. എന്നാൽ ആദ്യ നായക സിനിമയിലെ കഥാപാത്രത്തിന്റെ പേര് വിജയ് എന്നായിരുന്നെങ്കിലും ആ സിനിമ വിജയം കൊണ്ടില്ല. സിനിമ ബോക്സ് ഓഫീസിൽ ഭേദപ്പെട്ട നിലയിൽ ഓടിയെങ്കിലും നിരവധി വിമർശനങ്ങൾക്ക് വിജയ് കാരണമായി മാറി. എന്നാൽ ചന്ദ്രശേഖർ പിന്മാറിയില്ല. വീണ്ടും വിജയെ നായകനാക്കി സിനിമകൾ ചെയ്തെങ്കിലും അവയും പരാജയത്തിന്റെ കയ്പ് നീർക്കുടിച്ചു. ഇന്ത മൂഞ്ചിക്കെല്ലാം യാരാച്ച് കാസു കൊടുത്ത് പാപ്പാങ്കള എന്നതായിരുന്നു പുതുമുഖ നടനായിരുന്ന വിജയെക്കുറിച്ച് അന്നൊരു മാഗസീനിൽ വന്ന വാചകം. നായകന് പറ്റിയ മുഖമാണോ എന്നും പിതാവ് സംവിധായകനായതുകൊണ്ട് മാത്രം സിനിമയിലെത്തിയതെന്നും നിരവധി വിമർശനങ്ങളും നേരിട്ടു. കണ്ണീർ പറ്റാത്ത രാത്രികൾ പിന്നിട്ട വിജയുടെ സൂപ്പർ താരത്തിലുള്ള വളർച്ചയാണ് തെന്നിന്ത്യൻ സിനിമാ ലോകം പിന്നീട് കാണുന്നത്. 1996 വിക്രമൻ ഒരുക്കിയ പൂവേ ഉനക്കാകെ എന്ന സിനിമയാണ് വിജയ് എന്ന നടന്റെ തലവര തന്നെ മാറ്റിമറിച്ചത്. വിജയുടെ സിനിമാ ജീവിതത്തിലെ ആദ്യ സൂപ്പർ ഹിറ്റായിരുന്നു അത്. വിജയ് എന്ന ഡാൻസറുടെ പിറവി കൂടിയായിരുന്നു അന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. 3 ഘട്ടങ്ങളാണ് വിജയുടെ സിനിമാ വളർച്ചയ്ക്കുള്ളത്. ആദ്യകാല സിനിമകളായ കാതലുക്ക് മര്യാദ, മിൻസാരക്കണ്ണ എന്നിവയെല്ലാം വിജയുടെ റൊമാൻറ്റിക് ഹീറോ വേർഷനായിരുന്നെങ്കിൽ തുടർന്ന് വന്ന ഗില്ലി, പോക്കിരി തുടങ്ങിയവയൊക്കെ ആക്ഷൻ ഹീറോ വേർഷനാണ് പുറത്തെടുത്തത്. തുപ്പാക്കി മുതൽ ഇപ്പോൾ ലിയോ വരെ എത്തി നിൽക്കുന്ന രക്ഷക വേർഷനാണ് അവസാനത്തേത്. റീമേക്ക് സിനിമകളെ സൂപ്പർ ഹിറ്റാക്കി മാറ്റുന്ന പാരമ്പര്യമാണ് വിജയ് എന്ന നടനുള്ളത്. 2003 പുറത്തിറങ്ങിയ ഗില്ലിയാണ് വിജയ്ക്ക് സൂപ്പർ താരമെന്ന പരിവേഷം നൽകി തുടങ്ങിയത്. തെലുങ്കിൽ മഹേഷ് ബാബു നായകനായ ഒക്കടുവിന്റെ തമിഴ് പതിപ്പായിരുന്നു ഗില്ലി. രജനീകാന്തിന്റെ എക്കാലത്തെയും ഹിറ്റ് ചിത്രമായ പടയപ്പയുടെ റെക്കോർഡ് പോലും ഗില്ലി തകർത്തു. പോക്കിരി, നൻപൻ, കാവലൻ തുടങ്ങിയ വിജയ് വമ്പൻ ഹിറ്റ് ചിത്രങ്ങളെല്ലാം റീമേക്ക് ചെയ്യപ്പെട്ടവയാണ്. എന്നിരുന്നാലും വിജയ് ഫോർമുല പല സമയങ്ങളിലും ചോദ്യം ചെയ്യപ്പെട്ടു. ഇരട്ടവേഷത്തിലെത്തിയ നെഗറ്റീവ് ഛായയുള്ള അഴകിയ തമിഴ് മകൻ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു. തുടർന്ന് പുറത്തു വന്ന വില്ല്, സുര എന്നീ ചിത്രങ്ങളും ശരാശരി വിജയം നേടിയെങ്കിലും വിജയുടെ താരമൂല്യത്തിനൊത്ത ഒരു വിജയം സമ്മാനിക്കാൻ കഴിയാതെ നിറം മങ്ങിപ്പോയി. മലയാള ചിത്രം ബോഡിഗാർഡിന്റെ തമിഴ് റീമേക്കായ കാവലിലൂടെ വിജയ വഴിയിലേക്ക് തിരികെ എത്തുകയാണ്. വേലായുധം, നൻപൻ, തുപ്പാക്കി, ജില്ല, കത്തി എന്നീ സിനിമകളുടെ അദ്ദേഹം വിജയം ആവർത്തിക്കുകയായിരുന്നു. എന്നാൽ ഫാന്റസി ചിത്രമായ പുലി വിജയുടെ കരിയറിലെ ഏറ്റവും വലിയ പരാജയമായി മാറി. ബോക്സ് ഓഫീസിൽ ചിത്രം ദയനീയമായി പരാജയപ്പെട്ടു. എന്നാൽ പുലിയുടെ പരാജയത്തെ തെരി എന്ന മഹാവിജയത്തിലൂടെ, അല്ലെങ്കിൽ തെരി എന്ന ചിത്രത്തിലൂടെ, അതിൻ്റെ മഹാവിജയത്തിലൂടെ മറികടക്കുകയാണ് വിജയ്. വിജയ് അറ്റ്ലി ഹിറ്റ് കൂട്ടുകെട്ടിന്റെ പിറവിയും തെരിയിൽ നിന്നായിരുന്നു. മെർസൽ, ബിഗിൽ എന്നീ ചിത്രങ്ങളുടെ വിജയ് അറ്റ്ലി ഹിറ്റ് ജോഡി ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ ഹാട്രിക് സ്വന്തമാക്കി. കോവിഡ് മഹാമാരിയിലൂടെ തകർന്നടിഞ്ഞു പോയ തമിഴ്നാട്ടിലെ ചലച്ചിത്ര വ്യവസായത്തിന് പ്രാണവായുവായി മാറിയതും വിജയ് ആയിരുന്നു. ലോകേഷ് കനകരാജന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മാസ്റ്റർ എന്ന ചിത്രം തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലെ പ്രദർശനശാലകൾക്കും പുതുജീവൻ നൽകുന്ന ഒന്നായിരുന്നു. മാസ്റ്ററിന്റെ ബോക്സ് ഓഫീസ് വിജയം അവിടം കൊണ്ടും അവസാനിച്ചില്ല. ആ കൂട്ടുകെട്ടിൽ വീണ്ടും ഒരു വിജയം ഉണ്ടാവുകയാണ്. ലിയോയിലും ആ വിജയം ആവർത്തിച്ചു. ബോക്സ് ഓഫീസിൽ പ്രകമ്പനം തീർക്കാൻ ലിയോയ്ക്കായി. ഇളയ ദളപതിയിൽ നിന്നും ദളപതിയിലേക്കുള്ള ദൂരം ചെറുതായിരുന്നില്ല വിജയ് എന്ന നടനും വ്യക്തിക്കും. അച്ഛൻ്റെ തണലിൽ തുടക്കം കുറിക്കുകയും തുടർ പരാജയങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്ത കൗമാരക്കാരിൽ നിന്ന് ഇന്ന് കാണുന്ന സൂപ്പർ സ്റ്റാറിലേക്കുള്ള യാത്ര ഏറെക്കുറെ വിജയ് തന്റെ കഠിന പ്രയത്നത്തിലൂടെയും നിശ്ചയദാർഢ്യത്തിലൂടെയും നേടിയെടുത്തതാണ്. വാക്കിലും നോക്കിലും നിലപാടുകളിലും പക്വത കൈവരിച്ചാണ് വിജയ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇളയ ദളപതിയിൽ നിന്നും ദളപതിയിലേക്ക് വളരുന്നത് കാലത്തിനൊപ്പമാണ്. തന്റെ പേരിൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി മുതലെടുപ്പിന് ശ്രമിച്ച സ്വന്തം പിതാവിനെതിരെ പോലും വിജയ് സ്വരം കടുപ്പിക്കുന്ന കാഴ്ചയ്ക്കും തമിഴകം സാക്ഷിയായിരുന്നു.
ഇപ്പോഴിതാ തമിഴക വെട്രി കഴകം എന്ന പാർട്ടിയിലൂടെ രാഷ്ട്രീയത്തിലേക്ക് വിജയ് പ്രവേശിക്കുകയാണ്. ബോക്സ് ഓഫീസിലുണ്ടാക്കിയ കുതിപ്പ് തിരഞ്ഞെടുപ്പിലും ഉണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് വിജയ്. പിറന്നാൾ ആഘോഷങ്ങൾ വേണ്ട എന്ന തീരുമാനം വിജയ് അറിയിക്കുമ്പോഴും ആരാധകർ വിജയുടെ ജന്മദിനത്തിൽ ആവേശത്തിലാണ്. ദളപതിക്ക് അൻപാർന്ന പിറന്തനാൾ വാഴ്ത്തുക്കൾ.